വിത്ത് സ്റ്റാഫാ? ഇവ സ്റ്റാഫ് തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഫ്ലൈങ് കിസ്, അത് ഫ്ലൈങ് കിസ് ആയിരുന്നോ? ശരിയല്ലേ? കെൾട്ട് മാമെന്ന് ഞാൻ കുറച്ച് മാമൻ ആർപ്പിയാണേ. ഞാൻ ഒരു 90s ലവ് ട്രാക്ക് പിടിക്കുള്ളൂ കേട്ടാ. പിന്നെ ഇത് നമ്മളെ ടിആർപിയിലെ ട്രാക്സ് ഇതൊക്കെ ആരെയും മേടിക്കണ ഇങ്ങനെ പറയല്ലേ. ഇത് ഞാൻ പറയട്ടെ, എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ വന്നാലും, ഞാൻ ഈ വണ്ടി മേടിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോ തൊട്ട് നാട്ടുകാരെല്ലാം ടാക്സി ടാക്സി എന്നാ പറയണേ ഇതിനെ. ഇപ്പൊ അണ്ണ ചോദിക്കട്ടെ വാട്ട് കളർ ഈസ് യുവർ ബുഗാട്ടിന്ന് ഞാൻ അന്ന് വന്നപ്പോ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കളർ അങ്ങോട്ട് വരില്ല. കൂളിംഗ് ഗ്ലാസ് മാറ്റിയപ്പോഴാണ് എനിക്കതൊരു ഓറഞ്ച് പോലെയാണ് ഫീൽ ചെയ്തത്. കൂളിംഗ് ഗ്ലാസ് മാറ്റി അടുത്ത ദിവസം രാവിലെ കണ്ടപ്പോഴാണ് അത് അപ്പിയുടെ കളറാണെന്ന് പിന്നെ മനസ്സിലായത്. ചതിച്ചതാ, എക്സലാറ്റിസനെ ചതിച്ചതാ. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ. സാറായിരുന്നല്ലേ നേരത്തെ പറഞ്ഞ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ? അതെ അതെ അതെ. നമുക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മളത് ക്യാൻസൽ ആക്കി എക്സലന്റിലോട്ട് തിരിച്ചു വരികയാണ്. ഞാനും ജിഗു റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ആയിട്ട് നാട്ടിലൊക്കെ തിരിച്ചു വരികയാണ്. അർജന്റ് സിറ്റുവേഷൻ, കമ്മിങ് ബാക്ക് ടു എക്സലന്റ്. ഒറ്റ ദിവസം പോലും മാസ് എൻട്രിയിൽ ഈ സിറ്റിയിൽ വരാൻ പറ്റത്തില്ല. ഈ ഈ കുതിര ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലോടാ? ഈ കുതിര ആർക്കെങ്കിലും ക്യാം ചെറുതാക്കാം. ഈ കുതിര ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലോ? നോ, വേണ്ട. കുതിരയുടെ ഫുഡ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലടാ. ഞാൻ എങ്ങനെയാടാ ഇതൊക്കെ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നമ്മളൊരു മണ്ടത്തരം കാണിച്ച് പുള്ളിയെ നമ്മൾ ഒരു ദിവസം മുമ്പ് പരിചയപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ആ വണ്ടിക്ക് കൊടുത്ത പൈസ അത്രയും നമ്മുടെ കയ്യിലിരുന്നേനെ. മനസ്സിലായോ? നല്ല 2 മൂഞ്ചിയ വണ്ടി മേടിച്ചു, ഒരു ടാക്സി മേടിച്ചു വെച്ച്, പിന്നെ BMW ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പോലൊരു വണ്ടി ഇല്ലേ വന്നില്ല കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മൾ മേടിച്ച് വെച്ചത്. ആ പൈസ നമ്മൾ വെറുതെ കളഞ്ഞു. ഇങ്ങനൊരു ഡീൽ ഒരു ദിവസം മുമ്പ്. ഇത് റീസെയിൽ അടിച്ചാൽ എത്ര രൂപ കിട്ടും? ഇന്ന് മറ്റേ കാർ മേടിച്ചോണ്ട് വന്നിട്ട് നമ്മുടെ കാർ വിറ്റാലോ ഇന്ന്? മുച്ചിരിക്ക് കൊടുക്കില്ല. ഈ പൈസ വെക്കാൻ ഇത് എവിടെ കൊണ്ടിടും? ബ്ലാക്ക് മണി ബാങ്കിൽ ഇടാൻ പറ്റൂലല്ലോ. ചന്ദ്രന് ബാൻഡല്ലേ ഉറപ്പല്ലേ? റേഡിയോ ലിസ്റ്റ് ഇവിടെയാണേ, ഇനി കാണാൻ പറ്റത്തില്ല. എനിക്കറിയാം ചാറ്റിൽ അടുത്തത് അതാ വരാൻ പോണേന്ന്. /my click അതാ വരാൻ പോണെന്ന് എനിക്കറിയാം. കണ്ട് നീ അങ്ങ് ഇടല്ലേ നീയൊക്കെ. എനിക്കറിയാം. ഞാൻ ഇട്ടു. മന്ദാരം എവിടേക്കാണ്? ജൂഡേ വന്ന് നിങ്ങളൊക്കെ എവിടേക്കാണ്? ഞാൻ ഗ്യാങ്ഹൗസിലുണ്ട്. ഇല്ല വന്നിട്ടില്ല. ഞാൻ കയറി നോക്കി. കുറച്ചുകൂടെ താഴോട്ട് വെച്ചാലേ നിങ്ങൾക്ക് കാണത്തുള്ളല്ലേ. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? കറക്റ്റായിട്ട് കണ്ടുകൂടെ? എല്ലാവർക്കും കാണാലോ എല്ലാവർക്കും? ഓൾ ഗുഡ് അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? എല്ലാവരും കറക്റ്റായിട്ട് കണ്ടുകൂടെ? ഓക്കെ ആണ്. എന്നാ കാണണ്ട, ഞാൻ മേളിലോട്ട് വെച്ച്. പിന്നെ എൻ്റെ സ്ക്രീൻ ഇതിൻ്റെയൊക്കെ സൗകര്യത്തിലാണല്ലോ ഞാൻ സെറ്റ് ചെയ്യണേ. എൻ്റെ സൗകര്യത്തിന് ഞാൻ സെറ്റ് ചെയ്യും. പിന്നെ അല്ലാതെ നിനക്ക് കണ്ടാ മതി, എനിക്ക് കാണണ്ടേ? അപ്പോ എന്തൊക്കെ തരം ആൾക്കാരല്ലേ? ഇവിടെ വെക്കാവേ. ഇതിന് താഴോട്ട് ഇത് വരല്ലേ? എടാ പെട്ടെന്ന് വന്നേടാ, അർജന്റ് കാര്യമുണ്ടേ. കാറ് തരാമെന്ന് പറഞ്ഞ ആള് വന്നില്ലെങ്കിലുണ്ടല്ലോ. ഒരു മിനിറ്റ്. മെസ്സേജ്. ഹായ്
വിത്ത് സ്റ്റാഫാ? ഇവ സ്റ്റാഫ് തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? രണ്ടുപേരും കളർ ഡ്രസ്സിൽ. ഓഫ് ഡ്യൂട്ടി സമയത്ത് സ്റ്റാഫിൻ്റെ ആവശ്യം. ഫ്ലൈങ് കിസ്. അത് ഫ്ലൈങ് കിസ് ആയിരുന്നോ? ശരിയല്ലേ? മന്ദാരല്ലേ അത്? മന്ദാരാണോ പറയിക്കുന്നേ? അല്ലല്ല, മന്ദാര ഈ കണ്ണാടി അല്ല. മന്ദാര ഈ കണ്ണാടി അല്ലടാ. മന്ദാര ഈ കണ്ണാടി അല്ല. കെൾട്ട് മാമെന്ന്. ഞാൻ കുറച്ച് മാമൻ ആർപ്പിയാണേ. ഞാൻ ഒരു 90s ലവ് ട്രാക്ക് പിടിക്കുള്ളൂ കേട്ടാ. നിങ്ങളുടെ ഇതാര്? ഹലോ, ഇതാരാ? മന്ദാരാണോ? ഞാൻ തന്നെ. മന്ദാര, എനിക്കൊരു ഡ്രസ്സ് മാറണം. ഈ ഫോർമൽസിൽ പോണോ? അല്ല, ഫോർമൽസ് വേണ്ടായിരുന്നു. ഇതാരാ മറ്റേ വണ്ടിയില്? അത് സെക്കൻഡ് ചൂട്. നമുക്ക് എല്ലാവർക്കും ഒരു വണ്ടി പോവാം. ഞാൻ 4 സീറ്റർ എടുക്കാം. ഗരാജിലോട്ട് പോവാം. ശരിയാ, നീ കേട്ടത് ശരിയാ. എല്ലാം ഡ്രസ്സും പോയ ഇപ്പോ. എടാ, അത് എന്നാലും ഒരു ആവശ്യത്തിന് ഞാൻ വണ്ടി എടുക്കാം. എന്റെ കുപ്പായം വേണോ? നിന്റെ ഏതെങ്കിലും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ് ഉണ്ടോ? പിന്നെ വീക്കെൻഡിന്റെ ഒക്കെ ഒരു നോക്കട്ടെ, സ്റ്റൈലിഷ് ഡ്രസ് നോക്കട്ടെ. ചൂടിന്റെ ഒക്കെ അകത്തിടുന്ന മനിയനി വലിയ ലുക്കാണ്. വേണ്ടാ, എന്റെ നോക്കണ്ട. നീ എന്തേലും ഒരു സ്റ്റൈലിഷ് ഡ്രസ് തന്നെ എനിക്ക് ഡ്രസ് ഷോപ്പിൽ പോണം. സ്കിന്നോ? ഡ്രസ് ഷോപ്പിൽ പോയി പുതിയ ഡ്രസ്. ഡിഫോൾട്ട് ഔട്ട്ഫിറ്റ്. ഈ ബാക്കോട്ട് എടുക്കോ ബ്രോ? കാലിങ്ങനെ ഇതെങ്ങനെ ഇത് ചെയ്യുന്നേ? ഇതെങ്ങനെ സേവ് ചെയ്യണേ? ഇല്ല, അതാ വീണ്ടും ഇതായി. ഔട്ട്ഫിറ്റ്, മൈ ഔട്ട്ഫിറ്റ്. ഇതെങ്ങനെ വലിച്ചിടണോ? അത് ടിക്ക്. ടിക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഔട്ട്ഫിറ്റ് പുട്ട് ഓൺ സക്സസ്ഫുൾ. ഇത് വീണ്ടും പോയി. അത് ഡ്രസ് ഷോപ്പിൽ പോയാലേ പറ്റും തോന്നുന്നു. ഇൻവെന്ററിയിൽ ഇല്ല. അണ്ണാ, അത് ഡ്രസ് ഷോപ്പിൽ പോകണം, എന്നാലേ കിട്ടത്തുള്ളൂ. മാറിയല്ലോടാ. അണ്ണൻ എങ്ങനെ മാറ്റിയത്? പിന്നെ എടാ മന്ദാര, ഇത് ഇത്ര നാളായിട്ട് സിറ്റിയിൽ വന്നിട്ട് ഇതൊന്നും അറിഞ്ഞൂടാ. എനിക്ക് എന്താ കയ്യില് വരണ്ടേ ആ ഡ്രസ് വലിച്ചിടണെങ്കി? ഒരു ഗെയിം ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കണോടാ. അല്ലാതെ എടാ അത് കൊള്ളാലോ. ഡ്രസ് നോക്കട്ടെ മന്ദാര, ആ ഡ്രസ് നോക്കട്ടെ. അത് കാണിച്ചു ജസ്റ്റ് ഒന്ന് എടുത്തേ. ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ എന്നോട് ചോദിക്കണ്ടേ? പറഞ്ഞുതരാം. വാ. അതെ ഡ്രസ് ഇട്. അതിനകത്ത് ടിക്ക് മാർക്ക് കൂടെ. അയ്യേ, ഇത് വേണ്ട കേട്ടാ. ഇച്ചിരി വിഷയം. എനിക്ക് വേണ്ട. ഇത് വേണ, ഇത് വിഷയല്ലേ? ഇല്ല, ഒന്നും വേണ്ട. എനിക്ക് ഇത് തന്നെ മതി. ഇത് എന്റെ ഡ്രസ്സാ. വാ, ഇതെന്റെ പൂക്കി ഡ്രസ്സാ. ഇപ്പൊ ഇതെങ്ങനെയാണ് ഇതൊന്ന് സേവ് ചെയ്യുന്ന പറഞ്ഞ? എന്നിട്ട് ഇനി ഇൻവെന്ററി എടുത്ത് താഴോട്ട് പോകുമ്പോ നിന്റെ ആ ഷർട്ടും പാന്റും ഒക്കെ ആ ഇൻവെന്ററിൽ താഴെ കിടപ്പുണ്ടാവും. അത് വലിച്ചിട്ടാ മതി. അതെനിക്ക് വരുന്നില്ല. താഴോട്ട് പോടാ, താഴോട്ട് പോ. എന്റെ ഈ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് എടുക്കണേ? ഇൻവെന്ററി ഓപ്പൺ ചെയ്യുന്നേ. ഇൻവെന്ററി ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോകും. എനിക്കില്ല. അത് നീ എന്ത് ചെയ്യണം അറിയാം? അടുത്ത വട്ടം തൊട്ട് അവിടെ നമ്മൾ ഇവിടെ പോവല്ലോ ഡ്രസ്സ് മാറാൻ പോകുമ്പോ അവിടെ സേവ് കൊടുക്കണം, എന്നാലേ വരുള്ളൂ. എല്ലാം
വരുന്നില്ല. ഉള്ളതൊക്കെ മതി. നിന്നെ ആരെങ്കിലും പെണ്ണാണ് വിളിച്ചേക്കോണം. വണ്ടി കയറ്. സീറ്റ് ബെൽറ്റ്. എനിക്കൊരു അർജന്റ് കോൾ വിളിക്കണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എടാ ഞാനൊരു കാര്യം പറയട്ടെ മന്ദാരം, ഫോണ് ചാർജ് ചെയ്യണേ. മന്ദാരം, എന്റെ ഒരു വണ്ടി ഉണ്ട്. ആ വണ്ടി എനിക്കൊന്ന് വിൽക്കണം. ഏത് വണ്ടി? ഒന്നിത്. ഇത് ലിമിറ്റഡ് എഡിഷൻ അല്ലേ? ഇതല്ല, എന്റെ വേറൊരു കിടുക്കാച്ചി വണ്ടിയുണ്ട്. വേറൊരു ഇതുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നമുക്ക് വണ്ടി തരാന്ന് പറഞ്ഞ ആളുടെ ഫോൺ എന്നേക്കുമായി സ്വിച്ച് ഓഫ് ആയി. ആളില്ല. എടാ എന്റെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു വണ്ടി അടിക്കാം നിങ്ങളെ. ഞാനത് എത്ര കോടിക്കായിരുന്നു ഞാൻ മേടിച്ചു? ഒന്ന് കൺഫേം ചെയ്തോട്ടെ ഒരു മിനിറ്റ്. എത്ര കോടിക്കായിരുന്നു കേസ് നമ്മളത് മേടിച്ചേ? ഒന്ന് കൺഫേം പറയോ, ആരെങ്കിലും ഒന്ന് പറയോ എത്ര കോടിക്കായിരുന്നു നമ്മളത് മേടിച്ചേ? 130 കോടിക്ക് മേടിച്ചതാണേ. നമുക്കൊരു 200 കോടിക്ക് വെക്കാം. എന്റെ വണ്ടി സെല് ചെയ്യാൻ പറ്റൂ ഇവിടെ? അല്ല, സെക്കൻഡ് ഡീലർ. വാവ്, ഇതല്ല മാറ്. ഇത് കോമൺ വണ്ടി. ഇത് കൊടുത്താ പറ്റും. 130 കോടിയുടെ വേറെ വണ്ടി ഉണ്ട് നമ്മുടെ കയ്യിലേ. എടുക്കേ. ഇതൊക്കെ എന്തിനാ അണ്ണം മേടിച്ചത് 100 കോടി കൊടുത്തിട്ട്? എടാ ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടി. 3 പീസ് ഉള്ളൂ. പിന്നെ ഇത് നമ്മളെ ടിക്കാർമിലെ ട്രാക്സ്. ഇതൊക്കെ ആരെയും മേടിക്കണ. എടാ ഇങ്ങനെ പറയല്ലേ. ഇത് ഞാൻ പറയട്ടെ, എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ മന്ദാരം. ഞാൻ ഈ വണ്ടി മേടിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോ തൊട്ട് നാട്ടുകാരെല്ലാം ടാക്സി എന്നാ പറയണേ ഇതിനെ. ഇപ്പൊ അപ്പാടെ അണ്ണൻ ചോദിക്കട്ടെ, വാട്ട് കളർ ഈസ് യുവർ ബുഗാട്ടിന്ന്? ബുഗാട്ടി അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കണ്ട. ഇത് ബുഗാട്ടി പിന്നെ നമ്മള് വാറണ്ടോ ഡിക്കാർഫിൽ ഓർമ്മയില്ലേ? പണ്ട് ഗ്യാങ് വണ്ടി ഇന്ന് ഇല്ലാത്ത സമയത്ത് ഇതിന്റെ പെർഫോമൻസ് കണ്ടാ നിന്റെ ഞെട്ടും. ജസ്റ്റ് ഒന്ന് കയറി. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ പോലെ. എന്റെ വണ്ടി നോക്കിക്കോണേ, നോക്കിക്കോണേ. പിടിച്ചിരുന്നോണേ. സീറ്റ് ബെൽറ്റ് ഓണേ, സീറ്റ് ബെൽറ്റ് ഓണേ. കണ്ടോ? ഇത് ബുക്കാട്ടി അല്ലടാ, ഇത് ഏതോ മൺചട്ടിപ്പൂ. നീ ഇത് ചിരിക്കുവാണോ വണ്ടിക്കത്? അണ്ണാ ഇത് 230 പോലും കേറുന്നില്ലേ വണ്ടി? എടാ ഇതന്നെ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഇതൊക്കെ വെയിറ്റ് ചെയ്യേ. ഇതിന്റെ ടോപ്പ് സ്പീഡ് ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. 140, 150, 160, 190, 200, 210, 220, 224, 230. എടാ എന്നെ ഇത് സ്കാം ചെയ്തതാണോടാ ഇവര്? സ്കാമായിരുന്നു അണ്ണാ. ആരെങ്കിലും ആണോ ട്രാക്സ് ഒക്കെ 130 കോടിക്ക് മേടിക്കുവോ? ചന്ദ്രന്റെ ഇതിൽ പറഞ്ഞില്ലേ? ആർക്കറിയാം. ഓ ഇതിനി പെട്രോളും അടിക്കണല്ലേ. അപ്പുറത്തൊരു കൊച്ചിരിക്കുന്നത്. ഇവനൊക്കെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി മാത്രം സിറ്റി കയറുന്ന അച്ചികള്. എടാ ഇത് അപ്പ അയ്യോ ഇടിക്കല്ലേ മോനെ. അവന്റെ സൂക്കേട് കണ്ടവന്റെ അപ്പയാൻ പറ്റുമോ? അപ്പാക്കെ ചിലപ്പോ സ്പീഡ് കൂടെ ഇരിക്കണ. നമുക്കിത് എന്തായാലും ഇതിന്റെ സ്പീഡിനെ പറ്റി വിൽക്കുന്ന ആൾക്കാരോട് മെൻഷൻ ചെയ്യണ്ട, മനസ്സിലായോ? വണ്ടി അപ്പിയ ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് നമുക്കൊരു കാര്യം ചെയ്താലോ ആദ്യേ. എടാ ജൂഡേ സെക്ക BMW എടുത്തിട്ട് വരുവോ? നമുക്ക് ആ ഡീലർഷിപ്പ് വരെ ഒന്ന് പോവാം. ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഞങ്ങൾ കേവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ. അങ്ങോട്ട് പോവാ. ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. പറയടാ. ഇപ്പൊ അണ്ണന് പെട്രോൾ അടിക്കാൻ എത്ര പൈസയായി? ശ്രദ്ധിച്ചില്ല. 10 ലക്ഷം എന്തോ ആയില്ലേ? 10 ലക്ഷം 8 ലക്ഷം 8 ലക്ഷം രൂപ പെട്രോൾ പോയോ? ആ പിന്നെ അണ്ണത് കഴിച്ചത്. നിങ്ങൾ പറയോ
എടാ, ഇത് മാത്രല്ല കേട്ടോ. അപ്പാപ്പന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ആൾക്കാരെല്ലാം ഈ സിറ്റിയിൽ തന്നെ രാപ്പകലില്ലാതെ ഇവിടെ തന്നെ ജീവിക്കണം. പുതിയ അപ്ഡേറ്റ് അപ്പൊ ഇന്ന് മീറ്റിംഗ് പറഞ്ഞാണേ, കമ്മ്യൂണിറ്റി മീറ്റിംഗില്. ഇനി വണ്ടിയുടെ ബ്രേക്ക് പാഡ് തീരും, എഞ്ചിൻ ഓയിൽ തീരും, ഇതൊക്കെ നമ്മൾ ഇനി മാറ്റണം പോലും. ഓക്കെ ശരി. എടാ നമ്മളിത് ഏത് ഗരാജിൽ നിന്നാണ് മേടിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മള് P47 അല്ലേ? ഒരു മിനിറ്റ് കൺഫേം ചെയ്യട്ടെ. ഞാൻ എന്റെ നോട്ട് പാഡിനോടൊന്ന് ചോദിച്ചോട്ടെ ഒരു മിനിറ്റ്. നോട്ട് പാഡ് ഇത് എവിടെ മേടിച്ചേ? നോട്ട് പാഡ് പറയൂ. അതല്ലേ മറ്റേ തന്തേക്കൊളി അവിടുന്നല്ലേ? അതല്ല, ഇത് LMC ആണ്. LMC ഒന്ന് മാർക്ക് ചെയ്തേ. നോട്ട് പാഡിൽ എല്ലാം എഴുതിയിട്ടുണ്ടേ. LMC ആണെങ്കിൽ LMC ഇതല്ലല്ലേ. എടാ LMCയിലോട്ട് വാടാ. മെയിൻ ഗ്യാരേജിന്റെ അവിടെ പോണം. ഇന്ന് രണ്ടിലൊന്ന് എനിക്ക് അറിയണം. ഞാൻ ഇച്ചിരി റൂഡായിരിക്കും അവരോട്. എടാ 130 കോടിയുടെ വണ്ടിയുടെ ചന്തിക്കാ നീ അടിച്ചെന്ന് ആലോചിക്കണേ. നിന്റെ ഇരിക്കുന്ന വണ്ടിക്ക് എത്ര രൂപയെന്നറിയോ? ഒരു മിനിറ്റ് നോട്ട് പാഡിൽ എഴുതിയിട്ടുണ്ട്. ഗൈസ് ആ വണ്ടിക്ക് എത്ര രൂപ? 90 എവിടാന്നൊക്കെ അറിയാവോ? 90 കോടി. നേരെ വിട്ടോ എന്നിട്ട് ഞാൻ പറയാ. എനിക്ക് ഇന്നലെ തൊട്ട് എടാ ഒരു സ്റ്റക്ക് വരുന്നുണ്ടോ ഇടക്കിടക്ക്? ഇവിടുന്ന് റൈറ്റ് ആണ്. ഈ റൈറ്റോ? ഇതിന്റെ ബാക്കിലത്തെ റൈറ്റ് ആയിരുന്നു, കുഴപ്പമില്ല. ബാക്കിലത്തെ റൈറ്റ് ലെഫ്റ്റ്. ഈ ലെഫ്റ്റാ? അണ്ണൻ ഇത് വന്നിട്ടുണ്ടോ? ഇത് ചോപ്പ് ചെയ്യാൻ ഇടക്കിടക്ക് പിടുത്തം വരുന്നുണ്ടോ? ഉണ്ട്. അത് ഹൈ ഗ്രാഫിക്സിലുണ്ടോ? എനിക്കുണ്ട്. സിറ്റിയുടെ പ്രശ്നം. ഞാൻ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുവേ. വണ്ടിയിലൊക്കെയാണ് അണ്ണാ ഈ വണ്ടിയിൽ ഓക്കെ അണ്ണാ. അതൊരു പെങ്കൊച്ചാണല്ലോ അത്. വാ. ഹലോ കുട്ടി. ഹലോ പറഞ്ഞോളൂ. കുട്ടിയാണോ അവിടുത്തെ വണ്ടികളൊക്കെ വിൽക്കുന്നത്? അതെ. എന്റെ കൂടെ ഒന്ന് വെളിയിലോട്ട് വരുമോ? വരാലോ. വാ വെളിയിലോട്ട്. കുട്ടി ഈ 2 വണ്ടി കണ്ടാ? ഇത് ഒരെണ്ണം 130 കോടി, ഒരെണ്ണം മറ്റേത് 90 കോടി. ഇത് രണ്ടും ഞാൻ ഇവിടുന്ന് മേടിച്ച വണ്ടിയാണ്. നിങ്ങൾ എക്സ്ക്ലൂസീവ് ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്ന വണ്ടിയാണ്. അല്ല ഈ വണ്ടിയുടെ പെർഫോമൻസ് വൈസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പെർഫോമൻസിന് ഇപ്പൊ എന്താ പറ്റിയെന്നറിയോ? കസ്റ്റമേഴ്സ് വന്നാലേ നമുക്ക് പെർഫോമൻസ് അപ്പ് ചെയ്യാൻ പറ്റും. പെർഫോമൻസിന്റെ അല്ല കുട്ടി, ഈ വണ്ടി ലിറ്ററലി അന്ന് എനിക്ക് ഇവിടുന്ന് ഒരു വണ്ടി ഓടിക്കാൻ തന്നായിരുന്നു ടെസ്റ്റ് ഡ്രൈവിന്. ടെസ്റ്റ് ഡ്രൈവിന് തന്ന വണ്ടിയുടെ ഇതും ഈ വണ്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇല്ലല്ലോ സാർ, അതേ വണ്ടി തന്നെയാണ്. ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നെ പറഞ്ഞു പറ്റിച്ചതാ. ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്കത് ഓടിച്ചു നോക്കുന്നത് നമ്മള് കുട്ടിയെ ആലോചിച്ച് നോക്കി. 210 കോടി എന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ നമ്മളെ പോലത്തെ സിറ്റിയിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ചെറിയ 210 കോടി 2 വണ്ടിക്കൂടെ അല്ലേ സാർ? അതാ സാർ, അതാ ഞാൻ പറഞ്ഞേ മാഡം. ഈ 2 വണ്ടിയും എനിക്ക് ആ വണ്ടി പിന്നെയും കുഴപ്പമില്ല, അത് ഓക്കെയാണ്. ഇത് 130 കോടിക്ക് ഇത് എന്തായാലും വെർത്തല്ല. കാരണം നമ്മളെ പറഞ്ഞു പറ്റിച്ചതാ. മന്ദാര പറഞ്ഞു കൊടുത്തത് എന്താണ് സാറിന്റെ ഇഷ്യൂ? എന്താണ് എഞ്ചിൻ വെച്ച് പറ്റിക്കുന്ന ബുഗാട്ടിയില്? മറ്റേ ഫ്രണ്ടിൽ പോലും എഴുതിയിട്ടില്ല. എന്താ ഇത് പറ്റിക്കുന്നത്? നമ്മളിവിടെ പറ്റിക്കുന്ന ഇടപാടൊന്നുമില്ല സാർ. നമ്മൾ ഒറിജിനൽ വണ്ടി തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. കുട്ടി ഫ്രണ്ടില് ബുഗാട്ടി എന്ന് പറഞ്ഞ് കുട്ടി ഒന്ന് ഓടിച്ചു നോക്ക്. കുട്ടിക്ക് പോലെ സാറ്റിസ്ഫൈഡ് ആവില്ല. ഞാൻ കുറച്ചു മുമ്പോട്ട് ഓടിച്ചിട്ട് വന്നതാണ്. ഈ വണ്ടി തന്നെയാണ് എന്റെ ഇരിക്കുന്നത്. ഞാൻ 130 കോടിക്ക് ഈ വണ്ടി വർത്താൻ തോന്നുന്നുണ്ടോ? എനിക്ക് വർത്താൻ തോന്നുന്നുണ്ട്. ഇപ്പൊ സ്പീഡിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഇഷ്യൂ വരുന്നത്. സ്പീഡിനെ പറ്റിയല്ലോ നമ്മൾ സംസാരിക്കണത്. അതല്ല സാർ, അതല്ല വണ്ടിയുടെ പെർഫോമൻസ്. കസ്റ്റമേഴ്സ് വന്നാലേ നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയണത് അതിനെ പറ്റിയല്ല കുട്ടി. ഈ വണ്ടി ഈ കസ്റ്റംസിന്റെ അപ്പിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടി. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തന്നൊരു വണ്ടിയുടെ പെർഫോമൻസും അല്ലെങ്കിൽ ബാക്കി ഒരു ലുക്ക് പോലും. ഇത് എന്ത് കളറിലാണ് എനിക്ക് തന്നത്?
കളർ റാൻഡം കളറേ വരുള്ളൂ. അത് ഇപ്പൊ കസ്റ്റംസ് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓൾറെഡി അത് രണ്ട് കളർ ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇത് കളർ മാറ്റുന്ന കാര്യം നമ്മള് പറഞ്ഞത്. കളർ മാറ്റണമെങ്കിൽ നമുക്കിപ്പോ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് കസ്റ്റംസ് വന്നേ പറ്റൂ. നിങ്ങൾക്ക് ഈ വണ്ടി തിരിച്ചെഴുതിട്ട് നമുക്ക് വേറൊരു കളർ ഞങ്ങൾക്ക് റീഫണ്ട് പോളിസി വേണം. സാറിന് ഈ വണ്ടി സെല്ല് ചെയ്ത ആരാന്ന് ഓർമ്മ ഉണ്ടോ? എനിക്ക് സെല്ല് ചെയ്തത് ഓർമ്മയില്ല. ഒരു സെക്കൻഡേ മിസ്റ്റേ, അല്ലേ ഈ വണ്ടി ആരാ സെല്ല് ചെയ്തേ? നമ്മളൊരു കാര്യം പറയാൻ നൈസായിട്ട് കോൺട്രവേഴ്സി ഒക്കെ എടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കണം കേട്ടാ അല്ലേ? സാർ ഹലോ, ഹലോ. സാറിന്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറിന് ഈ വണ്ടി സെല്ല് ചെയ്ത ആളിപ്പോ കറന്റ്ലി വന്നിട്ടില്ല. അപ്പൊ വന്നു കഴിയുമ്പോ നമ്മള് എനിക്ക് അത്യാവശ്യമായിട്ട് ഈ സിറ്റിയിൽ നിന്ന് പോയേ പറ്റുള്ളൂ. ഞാൻ ഒരു 2 ആഴ്ചത്തേക്ക് എനിക്കൊരു ലണ്ടൻ ട്രിപ്പ് ഉണ്ട്. സോ അതിന് പോകുന്നതിന് മുമ്പ് എനിക്ക് വണ്ടി ആക്ച്വലി വണ്ടിയിലാ പോകുന്നത് നമ്മള്. ഇപ്പൊ തൽക്കാലം ഞാൻ സെല്ല് ചെയ്യാത്തോണ്ട് എനിക്ക് ഇതിന്റെ സാറിന് തന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പം സെല്ല് ചെയ്ത ആള് വന്നാലാണ് സാറിനും കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ല, നിങ്ങളുടെ ഇവിടുന്ന് ഒരു പോറൽ പോലെ വെക്കാതെ ഈ വണ്ടി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗാരാജ് ഇവിടെ നടത്തുന്നു. ഈ റെപ്യൂട്ടഡ് ഗാരാജിന്റെ ഒരു പ്രീമിയം കസ്റ്റമർ, ഞാൻ പ്രീമിയം കസ്റ്റമർ തന്നെയാണ്. കാരണം 2 വണ്ടി 210 കോടിക്ക് വേണം മേടിച്ചത്. സോ അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ട് ഞാൻ ആ വണ്ടിയുടെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ എനിക്ക് വിറ്റ പർട്ടിക്കുലർ ആളില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഒഴിവാക്കണതാണോ? നിങ്ങളെ പോലത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സാർ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് സാറിന് ഈ വണ്ടി തന്ന ആളുമായിട്ട് സാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴല്ലേ കുറച്ചുകൂടെ ഈസി ആവുന്ന കാര്യങ്ങള്. അങ്ങനെയല്ലല്ലോ ഞാൻ ഇപ്പൊ പറയണത്. ഇന്നലെ ഞാൻ മേടിച്ച വണ്ടിയാ, ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. ഈ വണ്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് റീസെയിൽ ചെയ്യാനും പറ്റും. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോന്നാണ് ചോദിക്കുന്നത്. ഇത് അനാദി കടയൊന്നുമില്ലല്ലോ, പൊതിഞ്ഞു കൊടുത്ത ആളെ വരണമെന്നില്ലല്ലോ. നിങ്ങളെ മറ്റേ കമ്പ്യൂട്ടറിൽ നോക്കറാ. നിങ്ങളുടെ കമ്പനി അല്ലേ കുട്ടി? നമ്മളിപ്പോ കംപ്ലൈന്റ് ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ ആയത് തന്നെ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ ആയിരുന്നു. പിന്നെ പുള്ളി ഒരു റാൻഡം കളർ വരുമെന്ന് ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്ന് കരുതി ഈ തീട്ടത്തിന്റെ കളറുള്ള വണ്ടി ഇറങ്ങി വരുമെന്ന് ഞാൻ അറിഞ്ഞ. പക്ഷെ അന്നേരം ഇവിടെ കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളെയും കൂടെ അങ്ങനെ ഇത് ആക്കരുത് എന്നുള്ള രീതിയിൽ ഞാനും കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ അപ്പോഴേ വണ്ടി എടുത്ത് അങ്ങോട്ട് മാറി. അത് ശരിയാണ്, അത് എൻ്റെ ഭാഗത്ത് ശരിയാണ്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബിസിനസ് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ഒന്നും ഓടിച്ചു നോക്കാനോ ഒന്നും പറ്റിയില്ല. അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ ഡെലിവറി എടുത്തത്, മനസ്സിലായോ? ഇത് പകൽ വെട്ടത്തിൽ ഞാൻ ഈ വണ്ടി കണ്ടില്ല. ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ഗരാജ് തുറന്ന് നോക്കുമ്പോൾ ഗരാജിനകത്തൊരു ടാക്സി കിടക്കണം. പിന്നെ അല്ലേ ഇതാണ് വണ്ടി എന്ന് മനസ്സിലായത്. എനിക്ക് എന്റെ വണ്ടിയാണെന്ന് പോലും മനസ്സിലായില്ല. ഇതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നാട്ടുകാരൊക്കെ ഒരുത്തൻ ഇന്ന് ഇതാ ഇപ്പൊ വരുന്ന വഴിക്ക് ഒരുത്തൻ കൈ കാണിച്ചിട്ട് മുതുക്കിൽ ഇറങ്ങാൻ എത്രയാണെന്ന് 130 കോടിക്ക് ഒരു വണ്ടി മേടിച്ചിട്ട് എന്റെ അവസ്ഥ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞാനിത് ആരോട് പരാതി പറയും? അല്ല സാറേ, കളറിന്റെ കാര്യത്തിൽ ഓൾറെഡി ഇങ്ങനെ പറ്റും. നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്ത കളർ ആണെന്ന്. കളറ് മാറ്റാൻ വീണ്ടും 10 കോടി രൂപയാണ് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്നത്, മനസ്സിലായ? ആരാ ചോദിച്ചത് സാറിന്റെ അടുത്ത്? അല്ല, ഇനിയിപ്പോ വരുമ്പോ 10 കോടി രൂപ ആവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത്രയും റേറ്റ് വരാൻ ചാൻസ് ഇല്ലല്ലോ സാർ. എന്നാലും കളർ മാറ്റാൻ എത്ര രൂപ വരും? സാർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ, ഞങ്ങ അപ്പോ വരുമ്പോ ഞങ്ങൾ മാറ്റി തരാം. എനിക്ക് ഇന്ന് ഞാൻ ഇവിടെ സിറ്റിയിൽ നിന്ന് ഒരു ലണ്ടനിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. സോ അപ്പൊ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഇത് ഇവിടെ കിടന്ന് പഴകി നാശമായി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അത്ര പെട്ടെന്ന് നശിച്ചു പോകുന്ന വണ്ടിയൊന്നും അല്ല സാർ, ഇത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ. അങ്ങനെയല്ല കുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളിവിടുത്തെ ഒരു റെപ്യൂട്ടഡ് കുടുംബത്തിലെയാ. റെപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ റെപ്യൂട്ടേഷൻ അല്ല, അടിക്ക് പേര് കേട്ടതെന്നാണ് ഉദ്ദേശിച്ചത്. ഡെയിലി അടിയും വഴക്കൊക്കെ ഉണ്ടാവും. ഈ വണ്ടി ആയിരിക്കും അവന്മാരൊക്കെ വന്ന് തല്ലിപ്പൊളിക്കുന്നത്. ഇതിവിടെ അടിച്ചു പൊട്ടിച്ച് ഇതാക്കിയതിനു ശേഷം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? നിങ്ങൾ വണ്ടി തിരിച്ചെടുക്കുവോ? ഇതിന് വീലും ഇതൊന്നും ഇല്ലാതെ. അല്ല സാർ, സ്വാഭാവികമായിട്ടും സാറ് പോകുമ്പോ വണ്ടിയൊക്കെ ഗാരേജിൽ ലോക്ക് ചെയ്തിട്ടല്ലേ പോവാ? ഗാരാജൊക്കെ അടി എന്നൊക്കെ പറഞ്ഞ ഗാരാജ് പൊളിയാണ്, അടിയല്ലേ നടക്കണം എല്ലായിടത്തും. സിറ്റിയിലൊന്നും അല്ലേ? സാറ് വീട്ടിലില്ലാത്ത സമയത്ത് അങ്ങനെ വീട്ടിൽ കയറി അടിക്കാൻ പറ്റും? അല്ല, അങ്ങനെയല്ല. എന്നാലും ഈ പിള്ളേരൊക്കെ അവളോട് ഇത് എന്തെങ്കിലും ഉത്തരവാദിത്തം ഇതിലൊരു സ്ക്രാച്ച് വീണാ പോയില്ലേ, തീർന്നില്ലേ വണ്ടിയുടെ കാര്യം?
നമ്മൾ മറ്റേ വണ്ടി സാറിന് കുഴപ്പമില്ല. ഈ വണ്ടി സെല് ചെയ്ത ആള് വന്നിട്ടുണ്ട്. ഈ സാറിന് ഈ വണ്ടിയുടെ കളറ് ഇഷ്ടപ്പെട്ടില്ല. ഹലോ. അപ്പൊ റീഫണ്ട് ചെയ്ത് കൊടുക്കാൻ സാറല്ലായിരുന്നു നേരത്തെ 2 വണ്ടി? അതെ ഞാൻ 2 വണ്ടി എടുത്ത പ്രീമിയം കസ്റ്റമർ 215 കോടി. ഓക്കെ സാർ ഇതിനെ പുറത്തേക്ക് അകത്തോട്ട് വരും. ഓക്കെ അകത്തോട്ട് വരാം. ബാ. ഇതാണ് മര്യാദ, ആൾക്കറിയാം. അതെ എടാ ഇപ്പഴേ ലൈവ് ഒന്നും ഇടണം നമ്മുടെ യൂട്യൂബിൽ, കുറച്ച് കഴിയട്ടെ. നോക്കാം. ഞാൻ ചാനലിന്റെ കീ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേരാ കേട്ടോ, ആവശ്യം വരും. എന്തേലും മോടെയാണ് ലൈവ് ഇട്ട് കാര്യം പറയുന്ന പറഞ്ഞാൽ മതി. ഇപ്പൊ താറ്റി കേറി വന്ന യൂണിഫോം വന്നിട്ടോ. പറഞ്ഞു എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു സാർ? ഞാൻ അന്ന് ഓർമ്മയുണ്ടല്ലോ, ഞാനൊരു വൈകുന്നേരം ഒരു 6:30, 6:45, 7 മണി ആ സമയത്താണ് വന്നത് വണ്ടി എടുക്കുക. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ. അപ്പൊ വൈകുന്നേരം ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് ഒരു പരിപാടിക്കകത്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. പേയ്മെന്റ് നമ്മൾ അടച്ചിട്ട് പടയെ നമ്മൾ എടുത്തോട്ട് പോയി. അപ്പൊ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതൊരു റാൻഡം കളറാണ്, റാൻഡം കളറേ വരുള്ളൂ വണ്ടിക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല ഈ തീട്ട കളർ മഞ്ഞായിരിക്കും വണ്ടി വരുന്നതെന്ന്. പെട്ടെന്ന് എനിക്ക് ധൃതിയിൽ ഞാൻ എടുത്തിട്ട് പോയി. അപ്പൊ ഞാൻ രാത്രി ആയതുകൊണ്ട് എനിക്ക് ഷെയ്ഡ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, മനസ്സിലായ? അപ്പൊ ഞാൻ അടുത്ത ദിവസം രാവിലെ ഗറാജിൽ ചെന്ന് വണ്ടി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അവിടെ ഈ ടാക്സി പോലൊരു വണ്ടി കിടക്കണത്. എന്റെ പ്രശ്നമാണോ സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്ന എല്ലാവർക്കും ഉണ്ടോ? എന്റെ voice break ഉണ്ടോ? എന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പൊ ഗറാജ് തുറന്നപ്പോ ടാക്സി പോലൊരു വണ്ടി കിടക്കണം. ജുഗുറ ഇതെല്ലാം കറക്റ്റായിട്ട് എടുത്തേക്കണടാ, തെളിവ് വേണം ലാസ്റ്റ്. എല്ലാം എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ നമ്മള് എനിക്ക് ഇത്രയും, അതായത് 130 കോടിയുടെ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ എന്തായാലും പ്രീമിയം കാർ ആയിരിക്കുമല്ലോ. അതെ. ഈ പ്രീമിയം കാറായിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ അപമാനിക്കപ്പെടുകയാണ്. അതായത് ആൾക്കാർ ഇത് ടാക്സി ആണോ, എന്നെ മുതുക്ക് വരെ ഡ്രോപ്പ് ചെയ്യുമോ, എത്രയാണ് ചാർജ്, ഒരു ദിവസം ഡ്രൈവർ ഇല്ലാതെ വണ്ടി തരുമോ, റെന്റ് കൊടുക്കുമോ, ഇതൊക്കെ എങ്ങനെ കേട്ടിരിക്കാൻ പറ്റും ഒരു കോടീശ്വരനായിരിക്കേ? സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാൻ അന്ന് സാറിനോട് പറഞ്ഞായിരുന്നു, സാറിന് ഓർമ്മയുണ്ടല്ലോ, ഞാൻ റാൻഡം കളറായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ റാൻഡം കളറിലെ ഏറ്റവും അപ്പി കളറാണ് എനിക്ക് കിട്ടിയത്. ആ സമയത്ത് സാർ ഇത് സംസാരിച്ചില്ല, ഇങ്ങനത്തെ കളർ പ്രശ്നമാണ്, അല്ലെങ്കിൽ റാൻഡം കളർ എനിക്ക് പറ്റൂല, അതിനെ കുറിച്ച് സംസാരിച്ചില്ല. അത് രാത്രിയാണ്ട് മനസ്സിലായി. ബില്ല് ചെയ്യുമ്പം ഞാൻ ഉള്ള എല്ലാ കൺഫർമേഷനും ഞാൻ അന്ന് വന്നപ്പോ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കളർ അങ്ങോട്ട് വരില്ല. കൂളിംഗ് ഗ്ലാസ് മാറ്റിയപ്പോഴാണ് എനിക്കതൊരു ഓറഞ്ച് പോലെയാണ് ഫീൽ ചെയ്തത്. കൂളിംഗ് ഗ്ലാസ് മാറ്റി അടുത്ത ദിവസം രാവിലെ കണ്ടപ്പോഴാണ് അത് അപ്പിയുടെ കളറാണെന്ന് പിന്നെ മനസ്സിലായത്. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് എന്റെ റെപ്യൂട്ടേഷനെ ബാധിച്ചു തുടങ്ങി. മാറ്റിത്തരാൻ പറ്റുമോ സാർ? നമുക്ക് കളർ മാറ്റിത്തരാൻ നമ്മളെയും കൊണ്ട് പറ്റില്ല. സോ അത് കസ്റ്റംസിന് മാത്രമേ പറ്റത്തുള്ളൂ. സാറിനിപ്പം നമ്മളിപ്പോ ഒരു വണ്ടി അങ്ങോട്ട് സാറിന് തന്നു കഴിഞ്ഞാൽ എനിക്കിപ്പം സാറിന് പറയാം എനിക്ക് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ തന്നെ ഞാനിപ്പം ഒരു ഫസ്റ്റ് ഹാൻഡ് ഡീലർഷിപ്പ് ആണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു പുതിയ വണ്ടിയാണ് ഒരാൾക്ക് കൊടുക്കണം. ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഇല്ല, നമ്മളിവിടെ സെക്കൻഡ് ഹാൻഡ് ഇല്ല. സോ സാർ ഇപ്പൊ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ചേഞ്ച് പോളിസിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ നമ്മൾ ഇവിടെ എടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഒരു കൺഫർമേഷൻ തരണം. റാൻഡം കളർ ആയിരിക്കും വരണേ. ആ ബില്ലിന്റെ വണ്ടിയുടെ പേര് ഒരു ഓൾറെഡി ഒരു കൺഫർമേഷൻ തന്നിട്ടായിരിക്കും സാറിന് ആ ബില്ല് തരണേ, ആ വണ്ടി തരണേ. ഞാൻ സാറിന്റെ അടുത്ത് വരെ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു 2 കീ ആണ് കിട്ടുക, എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. ഓക്കെ, സാറിന് ഇത് വരുമ്പം മഞ്ഞ കളറാവുമെന്ന് നമ്മളും പ്രതീക്ഷിക്കണില്ല. അല്ല, ഞാൻ പറയണത് ഇവിടെ കസ്റ്റംസ് വന്നിട്ടില്ല. അപ്പൊ നിങ്ങളെ പോലത്തെ ഒരു ഗറാജിന്റെ പ്രീമിയം കസ്റ്റമറായ ഞാൻ ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്ത് കസ്റ്റംസ് വരുന്നത് വരെ ഈ അപ്പി കളർ വണ്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നാണ് നിങ്ങൾ പറയണത്. ഒരു ബ്രാൻഡ് ന്യൂ വണ്ടി വെക്കുമ്പോൾ അതിന് വാറന്റി, ബാക്കി ഈ പറയണത് പോലെ നമ്മളെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തു തരാൻ പറ്റില്ല. കമ്പനി ഇങ്ങനെ ഒരു കളർ വെക്കുന്നത് സാർ, ഞങ്ങൾ ഡീലേഴ്സ് ആണ്. നമ്മള് ബ്രാൻഡുമായിട്ട് ഇത് ചെയ്തിട്ട് നമ്മൾ ഡീലിംഗ് ആണ് നടത്തുന്നത്, അല്ല നമ്മളല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വണ്ടിയൊന്നും. പ്രൊഡക്ഷൻ നടത്തുന്നത് നമ്മളല്ല. സോ ഒരു ബ്രാൻഡ് നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ബ്രാൻഡിനോട് സ്റ്റോക്ക് ചെയ്യണത് നിങ്ങളല്ലേ കളേഴ്സ് ഒക്കെ. സാറിന് മഞ്ഞ ഇഷ്ടമുള്ള കുറെ പേര് നമുക്ക് വേറെ കാണുമല്ലോ. അത് ശരിയാണ്. നമുക്കിപ്പോ റാൻഡം കളർ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കമ്പനിക്കെതിരെ
അത് നല്ലൊരു അഭിപ്രായം. എന്റെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ട് കാണും കമ്പനിക്ക്. കാരണം എനിക്കും ആഗ്രഹമുണ്ട് ആൾക്കാർക്ക് കളർ ചൂസ് ചെയ്തിട്ട് വണ്ടി കൊടുക്കാന്നുള്ളത്. കാരണം പണ്ടത്തെ കമ്പനി ആയിരുന്നെങ്കിൽ നമുക്കത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡീലർഷിപ്പിനെതിരെ പരാതി കൊടുക്കണോ? ഈ ഡീലർഷിപ്പിനെതിരെയല്ല ഞാൻ പരാതി കൊടുക്കുന്നത്, ബ്രാൻഡിനെതിരെ കറന്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് ഡീലർഷിപ്പിനെതിരെയും കൊടുക്കാം. നമുക്ക് ഡീലർഷിപ്പിനെതിരെ ഡീലർഷിപ്പിനെതിരെ കൊടുക്കുകയാണെങ്കിൽ സാർ എന്ത് രീതിയിലുള്ള പരാതി ആയിരിക്കും അത്? പുള്ളി ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കും. ലൈവ് ഒന്നും ഇടണ്ട, ഇപ്പൊ എല്ലാം സേവ് വെച്ചിരുന്നാൽ മതി. എല്ലാം സേവ് ആക്കി വെച്ചാൽ ഫ്രണ്ട്ലിയായിട്ടാണ് സംസാരിക്കണേ. ഇല്ലല്ല, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കണില്ല. നമ്മള് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് ഭയങ്കര വീക്കാണ്. സാർ വണ്ടിയുടെ പെർഫോമൻസ് വീക്ക്. ഞാൻ ഫസ്റ്റ് ഈ വണ്ടി വരുന്നത് സ്റ്റോക്ക് പെർഫോമൻസിലായിരിക്കും. അതിൽ ആ വണ്ടി കയറണമെന്ന് 250 അല്ലെങ്കിൽ ഒരു 240 സ്പീഡിലായിരിക്കും കയറണം. സാർ ഒന്ന് ആ വണ്ടി ഒന്ന് കസ്റ്റംസിൽ കൊടുത്തൊന്ന് മോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി കയറുന്നത് 350. ഇടയ്ക്ക് ഒരാൾക്ക് 500 സ്പീഡ് വരെ കയറി എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് വിശ്വാസം. അതാണ് എന്റെ ചോദ്യം. ഡൊണേറ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ട് സാർ. അത് അപ്പുറത്തൊരു പ്രീമിയം ഡീലർഷിപ്പ്. അത് നമുക്കൊന്നും ഇതിനേക്കാളും വലിയൊരു ഡീലർഷിപ്പാണ്. അവിടുന്ന് ഈ ട്യൂൺ ചെയ്തിറക്കുന്ന വണ്ടികളാണ്. ആണല്ലേ? പോസ്റ്റൽ കോഡ് എവിടെയാണ്? അത് ഞാൻ പറഞ്ഞുതരാം. അവിടുന്ന് വണ്ടി എടുത്താൽ മതിയായിരുന്നു. 8167. പിന്നെ അവിടുത്തെ പ്രീമിയം ഡീലർഷിപ്പില് ചില ഇവിടുത്തെ ഡീലർഷിപ്പിലെ വണ്ടികളും വിൽക്കുന്നുണ്ട്. മറ്റേ മൻസൂർ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടുത്തെ വണ്ടി എടുത്തിട്ട് അവർ ട്യൂൺ ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കണേ. മനസ്സിലായോ? നമ്മുടെ ഇവിടുത്തെ വണ്ടി ആയിരിക്കും അവർ ട്യൂൺ ചെയ്ത് കൊടുക്കും. സോ അതൊരു പ്രീമിയം ഡൊണേറ്റർ ഏരിയ ആണ്. സോ അപ്പൊ ഇവിടെ ഈ വണ്ടി തിരിച്ചെടുക്കുക, മാറ്റി തരും, വേറെ കളറൊന്നും തരൂല? ഇല്ല സാർ. നമുക്ക് കസ്റ്റംസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞങ്ങൾ കസ്റ്റംസുമായിട്ട് ഒരു ഓഫർ വെക്കുന്നുണ്ട്. ലൈക്ക് വരുന്നൊരു കസ്റ്റംസുമായിട്ട്. സോ ആ സമയത്ത് സാറിനെ ബന്ധപ്പെടുകയാണെങ്കിൽ സാറിന് കളർ കുറയ്ക്കുമ്പോഴത്തേന് കുറച്ച് വിലയിൽ സാറിന് കളർ സെറ്റാക്കി തരാം. അത് സാറിന് ഓക്കെ ആണോ? ഓക്കെ, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്തായാലും. ഓക്കെ സാറ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സാറിന്റെ വല്ല വേറൊരാളുടെ കോൺടാക്ട് നമ്പർ വരുവാണെങ്കിൽ ഞാൻ വിളിച്ചറിയാം. ആ ഓഫർ 3333 എന്നെ വരുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ ഞാൻ ജസ്റ്റ് സാറിന്റെ നമ്പർ തരാം. ഓക്കെ. കെട്ടിക്കാണല്ലോ അല്ലേ? അയ്യോ, എന്റെ ഫോൺ ഓഫ് ആണ്, ഒരു സെക്കൻഡ്. ഓക്കെ സാറിന് പവർ ബാങ്ക് ആണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പവർ ബാങ്ക് കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് ഒരു ചതിച്ചതാ. എക്സലാറ്റിസനെ ചതിച്ചതാ. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ. സാറായിരുന്നല്ലേ നേരത്തെ പറഞ്ഞ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ? അതെ. ഇപ്പോഴാണ് അതിനെ കുറിച്ച് ഓർക്കണം. ഓ അതെ. ഓട്ടോമൊബൈൽ. അതെ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? എനിക്കിപ്പോ 796. ഓ ഇൻഫ്ലുവൻസർ ആണ് ഇപ്പൊ. ഫിറ്റ് അല്ലാതെ വിഷയാണ്. നമ്പർ കിട്ടിയില്ല, ഒന്നുകൂടെ തരുമോ? സേവ് ചെയ്യാൻ സാലിനാണല്ലേ പേര്? അതെ. ഞാനൊന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്, അല്ലെ പിന്നെ വിളിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ സേവ് ചെയ്തേക്കാം. 3333 അല്ലേ ഡീലർഷിപ്പ്? ലെവനൊക്കെ വിളിക്കുമ്പോ മനസ്സിലാവില്ല. എന്റെ പേര് പരിദ്വാസ്. കിട്ടില്ല. അറിയിക്കാം എപ്പോഴാണ് ഓഫർ വരുന്നത്. ഇവരായിട്ട് സംസാരിച്ച് സാറ് ബാക്കിയുള്ള വണ്ടിയായിട്ടുള്ള ഹാപ്പി അല്ലേ? ഓ, മറ്റേ വണ്ടിയോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ സാർ. അപ്പൊ കാണാം. അതെ സാർ കാണാം. നമുക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മളത് ക്യാൻസൽ ആക്കി എക്സലന്റിലോട്ട് തിരിച്ചു വരികയാണ്. ഞാനും ജിഗ്രോ റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ആയിട്ട് നാട്ടിലൊക്കെ തിരിച്ചു വരികയാണ്. അർജന്റ് സിറ്റുവേഷൻ, കമ്മിങ് ബാക്ക് ടു എക്സലന്റ്. റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ എത്തിയതാണ് പയ്യന്മാര്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വേറെ ഏതോ നമുക്ക് വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് കൊണ്ട് മറിച്ചു വിട്ടാ ഒരു 10 കോടി ഈ കടയെ നാട്ടിക്കണം. പിന്നെ ഈ കട നാറ്റിക്കണം. പിന്നെ നാറ്റിക്കാൻ അൺലോക്ക് മറ്റേ വണ്ടിയോട് അൺലോക്ക് ചെയ്തരാ.